എടുക്കുന്നതിൻ്റെ തെറി പറയേണ്ട, പണിയെടുക്കുന്നത് ഞാനാണ്, വീഡിയോ എടുക്കുന്നത് ഞാനാണ്. എല്ലാത്തിനും വളവിടാൻ വന്ന റംബൂട്ടാനുണ്ട്. തെങ്ങ് നോക്കണ്ട കേട്ടോ, അത് അല്ല ചെറിയ കംപ്ലൈൻ്റ് ഉള്ള അപ്പുറത്തൊരു മാവ് ആദ്യം ഇത് ചെറുങ്ങനെ കുറച്ച് കട്ട് ചെയ്യാണ്ട്. കൊട്ടി നോക്കാം. ആ ഇത് പഴുത്തതാ? പഴുത്തില്ലടാ, ഇതൊക്കെ ചീഞ്ഞ് പുഴുത്തു. ഒന്നെങ്കിൽ ഈ പ്ലാവ് എല്ലായിടത്തും പെടന്നു പോവും, അല്ലെങ്കിൽ കേട് വന്നു പോകും. ഇവിടെ ഇഷ്ടം പോലെ കായും ഉണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ ആർക്കും വേണ്ട, ഇവിടെ ആളില്ല. സാധനം ഇത്രയെങ്കിലും ആയിട്ട് കായ്പ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഞങ്ങൾ തന്നെ വെച്ചതാണ്. അത് വേറൊരു പ്ലാവ് കേട്ടോ, അത് കായായിട്ടില്ല. ഇത് മറ്റേ വിയറ്റ്നാം സൂപ്പർ എർലി, അത്യാവശ്യം മുഴുപ്പുള്ള ചക്കയാണ്. പിന്നെ വണ്ണമൊക്കെ എനിക്ക് നോക്കണമെന്നുണ്ടോ, അത്യാവശ്യം സ്ട്രോങ് സാധനം. ഇപ്പോൾ പോകുന്നില്ല. പ്രാണി വറക്കം നോക്കണ്ട, ഇതൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുന്ന റംബൂട്ടാൻ. മാങ്കോസ്റ്റിനുണ്ട്, തെങ്ങ്, അവിടെ ഒരു അബിയുണ്ട്, അതിൻ്റെ കായെല്ലാം കഴിഞ്ഞു. അടിയിലെ കമ്പൊക്കെ കട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ കിടക്കും. ഇതൊന്നും വേണ്ട, കായ്ക്കോട്ടോ. ഉള്ളത് കളയണ്ട, നിൽക്കാലോടെ നിൽക്കട്ടെ. ഇടയിലൊരു മഴ. എടാ അത് മറ്റേ മാങ്കോസ്റ്റിന് 2 കിലോയേ, ഇത് മാത്രം. ഇതിനൊക്കെ ഞാൻ മഴയ്ക്ക് പോകുമ്പോൾ ഇട്ടിട്ട് ഓടാം. ഇത്രയും നേരം നല്ല അയ്യോ പോയി, നല്ല വെയിലായിരുന്നു. അപ്പം ആർക്കും വളവിടണ്ട. 18 2 പിടി ഇട്ടാൽ മതി. മാവ് വല്ലാണ്ട് വളർന്നു പോകും. പിണ്ണാക്കാട്ടോ, അത് 2 പിടി. എല്ലുപൊടി 1 കിലോ 1.5 കിലോയൊക്കെ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് തട്ടുക. മാവ് വലിപ്പമുള്ള മാവ്. തെങ്ങും തൈ സെയിം 18. മാങ്കോസ്റ്റിന് മാത്രം എല്ലുപൊടി മാത്രം മതി, പിണ്ണാക്ക് പോലും വേണ്ട. തെങ്ങിന് ഇച്ചിരി പിണ്ണാക്ക് ഇച്ചിരി കൂടെ ഇടുന്നതല്ല. തണ്ട് തുരപ്പം പുഴു. മാങ്കോസ്റ്റി അത്ര വലിപ്പമുണ്ട് കേട്ടോ. 2.5 വർഷം, അതായത് ഓൾറെഡി 4 വർഷം 2 വർഷം അങ്ങനെ ആയതായിരിക്കും അത്. അയ്യോ, ഇതിൻ്റെ ചപ്പറക്കിയതാ മൊത്തം. ഇതിനൊക്കെ എല്ലാ വളവിടാം, രാസവും ജൈവവും എല്ലാം തട്ടാം. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ തെറി പറയേണ്ട, പണിയെടുക്കുന്നത് ഞാനാണ്, വീഡിയോ എടുക്കുന്നത് ഞാനാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ പോരാത്തതിന് മഴയാണ്. നനഞ്ഞു പോയാൽ എൻ്റെ ഫോൺ പോയി. കിള്ളിപ്പൊടി ഇങ്ങനത്തെ റംബൂട്ടാൻ ആരും മേടിച്ച് വെക്കില്ല കേട്ടോ. ഇതൊരു ഷേപ്പ് ഉണ്ടാവില്ല. മിനിമം ചെറിയ തൈ മേടിച്ച് വെക്കുന്ന ഏറ്റവും നല്ലത്. പനി സാധനം പെട്ടെന്ന് വളരുന്നു. അതുപോലെ ലോലം പോലത്തെ തൈ മേടിച്ചാൽ ഹൈറ്റ് മാത്രമേ കാണുള്ളൂ, പടർന്ന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അയ്യോ, ഇതിലൂടെയൊക്കെ പോകണമെങ്കിൽ ഞാൻ അടുത്ത തെങ്ങ്. തടന്നെങ്കിലും നോക്കണ്ട, അത്
വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് മൊത്തം മൂടിയത് അവിടെയെല്ലാം. അടുത്തൊരു പേരയുണ്ട് അവിടെ. പേര നമ്മൾ മുറിച്ച പേര. മൂടണമെന്നില്ല, കുത്തി ഇളക്കിയിട്ടാണ്. അയ്യോ ഈ പേര് കയറും. എടേ അവിടെ ഒറ്റ വളം ഇടാണ്ടടാ. വാരിയിടുന്നോ ഈ തപാശാക്കത്ത? ആരും തിന്നാനില്ലാന്ന് വിചാരിച്ചു. തീർന്നല്ല. നീ ഒരെണ്ണമല്ലേ ഇടാനുള്ളൂ? ഇത് റംബൂട്ടാൻ അത്യാവശ്യം സെറ്റാണ്. വളമെല്ലാം ഇട്ട റംബൂട്ടാനാണ്. അടുത്ത വർഷം മര്യാദയ്ക്ക് കായ്ക്കുമായിരിക്കും അല്ലേ? കായ്ച്ചിട്ടെന്നെ കാണിക്കാനാ? ആര് തിന്നാനാ? അവിടെ ആരും ഇല്ലല്ലോ അല്ലേ? ചക്ക പോലും ആർക്കും വേണ്ട. വീട്ടിൽ സൂപ്പർ എയറിലൊക്കെ ചുമ്മാ അതവിടെ പഴുത്ത് ചീഞ്ഞ് പൂത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ ഇതൊരു മാവാട്ടാ, കായ്ച്ചിട്ടില്ല. അടുത്ത വർഷം കായ്ക്കേണ്ടതാണ്. അതിനുള്ള വണ്ണവും വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ കായ്ച്ചില്ല. ഒരു കയ്യിൽ വടം, ഒരു കയ്യിൽ ഫോൺ. ഈ കൂടെ എടുക്കണോടാ ഉണ്ണി? കൂടെ എടുക്കണോ? കവറ് ഇതൊക്കെ കൊണ്ടുപോകും. ഇത് ബാക്കി ഇതിനിടാം അല്ലേ? കൊമ്പൻ ചെല്ലിയിൽ നിന്ന് രക്ഷപ്പെട്ട തെങ്ങ. തൽക്കാലീന വളമൊന്നും ഇടുന്നില്ല. തൽക്കാലം കുറച്ച് പിണ്ണാക്കിട്ടാൻ കൊടുക്കാം. നോക്കാം, കുത്തിയിട്ട് കിടത്തി കളഞ്ഞ പോയില്ല, പക്ഷേ വരുമെന്ന് തോന്നുന്നു. നോക്കാം. ഇവിടെ ആ ഇടാത്ത 2 പ്ലാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. പ്ലാവിന് വേണ്ട, കാരണം പ്ലാവിൻ്റെയൊക്കെ വളർച്ച ഉണ്ടല്ലേ, അത്യാവശ്യം ചെറ്റി വളർച്ച. ഒറ്റക്കിണ്ടി പ്ലാവ്. അതാണ് ചക്ക വരെ കഴിച്ചു. ചക്ക കഴിച്ചതിനൊന്നും പിന്നെ വളമിടണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അംഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത അംഗമായിട്ട് പിന്നെ കാണാം. ഇപ്പോൾ തന്നെ 6 മണി 5:30 കണ്ട് കഴിഞ്ഞു. ബൈ ബൈ.